ഇന്ന് ഹൈദരാബാദിലാണ് കളി. സെഞ്ചുറി ഇക്കാരൻ സെഞ്ചുറി ഞങ്ങളെ ഹിറ്റ്മാൻ കഴിഞ്ഞ കളിയിൽ എല്ലാരെ ഒരു ചക്കമോയലില്ല. അതൊക്കെ ചക്കമോയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയോ, നിങ്ങൾക്ക് കുരുവാണ്. രോഹിത് ശർമ്മന്റെ അടിയിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ബേജാറ് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ IPL മൂപ്പര് ഫോം ഔട്ടൊന്നും അല്ലായിരുന്നു. അതായത് ഔട്ടാവുണ്ടായിരുന്ന വേഗം എന്നുള്ളത് ശരിയാണ്. പക്ഷെ 9 ബോളിൽ 20, 9 ബോളിൽ 26, 8 ബോളിൽ 35 ഉണ്ടായിരുന്നില്ല. അങ്ങനെ 30 പോയി ഉണ്ടായിരുന്നില്ല. ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു വരുമ്പോ ഔട്ടാവില്ല. ഫസ്റ്റ് കളി അതൊന്നും നോക്കണ്ട. അതിന്റെ ഫോം ആയോ ഇല്ലേ, ഇപ്പൊ ഫോം ആയോ ഇല്ലേ, ഒരു കളിയിലായിക്കോട്ടെ, ഒരു കളി ഒന്നും കൂടി സ്പീഡിൽ ഉണ്ടാവും പറക്കണം. അതും ഹൈദരാബാദത്തെ സ്റ്റേഡിയത്തില് റണ്ണ് ഒഴുകണ സ്റ്റേഡിയം അല്ലേ അത്. ഇന്ന് നിങ്ങൾക്ക് കാണാം. ഞങ്ങള് സൂര്യ എന്ന് പറഞ്ഞാൽ തൊട്ട പൊള്ളുന്ന ഫോമില്ല. ഞങ്ങൾ ടീം മൊത്തം അങ്ങനെയാണ്. നിങ്ങളെ കഥ ഉണ്ട്, എല്ലാരും ഉണ്ട്. പിന്നെ മറ്റേ ഇഷാൻ കിഷൻ ഉണ്ട്, എല്ലാരും ഉണ്ട്, തോൽക്കണുണ്ട്. പിന്നെ ക്ലാസ് ഷോട്ടുകളായിരിക്കും സ്പിന്നർമാരൊക്കെ എടുത്തിടും. ഞങ്ങൾക്ക് സ്പിന്നർമാർ ആവശ്യമില്ലല്ലോ. ബൂമറും പിന്നെ ദീപക് ചാഹറും ബോൾട്ട് എറിഞ്ഞാൽ തന്നെ ഞങ്ങൾ തീരുമാനമാവും. ഇതിനകത്ത് സ്പിന്നർമാർ ക്ലാസ്സിന് സ്പിന്നർ എറിയില്ല. ഞങ്ങൾക്ക് എറിയിപ്പിച്ചാണെങ്കിൽ അവിടെ സാന്നർ ഉണ്ട്. അതാണെങ്കിൽ വല്ലാത്തൊരു ഫോമിലാണ്. കഴിഞ്ഞ കളിയിൽ നിങ്ങൾ കണ്ടില്ലേ ടീമാണ് ഇപ്പോ MI. ഞങ്ങൾ ആദ്യം പറഞ്ഞാണ് നിങ്ങളിങ്ങനെ ആദ്യത്തെ 1-2 കളി ഞങ്ങൾ തോൽക്കുന്നു വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഉസാറാക്കേണ്ട, ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ തോൽവിന്ന് പിന്നെ അങ്ങോട്ട് ഉയർത്തെഴുന്നേൽക്കലും ഒരു പടപ്പിക്കലുമാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ തുടർച്ചയായിട്ടുള്ള 3 കളി ജയിച്ചുകൊണ്ട് അതാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറെ വർത്താനത്തിൽ നിൽക്കേണ്ട നിങ്ങളെ കാര്യം കട്ടപ്പോകയാണ്. അതൊന്നുമില്ല. എന്താ ഞങ്ങള് എന്ന് പറഞ്ഞാല് നല്ലോ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. പക്ഷെ സ്കോർ അത് 300 അടിച്ചാൽ 150 ഉള്ളിൽ ഓൾ ഔട്ട് ആവും അല്ലേ? അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതെ, അങ്ങനെയുള്ള പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ക്ലിക്കായി ഫസ്റ്റത്തെ കുറച്ച് കളികളിൽ വന്നു. ഒരു കളിയേറ്റേ പിന്നെ അതിന്റെ അടക്കം ഒരു കളിയും അതാണ് ഇപ്പൊ ആകെ അടിച്ചിരിക്കണേ. അത് ഉണ്ടെന്നപ്പോ തെളിഞ്ഞല്ലോ. അപ്പൊ ഈ കളിയില് അത് എല്ലാം ഒരേ സമയം ക്ലിക്ക് ആയാലുണ്ടല്ലോ, ബുംറക്കൊന്നും ബോൾ ചെയ്യാൻ കഴിയില്ല. എന്ന് ഫോം ആയതാണ്. അതാണ് പറഞ്ഞത്. എല്ലാരും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ പ്രശ്നമാണ്. ഇഷാൻ കിഷൻ ആദ്യത്തെ 2 കളിയിൽ സിനിമ ഇങ്ങനെ എഴുതി കാണിച്ചില്ല. അത് എഴുതി കാണിച്ചിട്ട് പിന്നെ ഉണ്ടാവൂലല്ലോ. അതേപോലത്തെ കുറച്ച് തെളിയിക്കാനുണ്ട്. ഒന്നും തെളിയിക്കാനില്ല. മുംബൈക്കെതിരെ ബാറ്റ് ചെയ്ത് കുറച്ച് തെളിയിക്കാനുണ്ട്. ഒന്നും തെളിയിക്കാൻ പറ്റാത്ത ആൾക്കാരെ ഞങ്ങൾ ഒഴിവാക്കി വിട്ട് അത്ര തന്നെ. ഞങ്ങൾക്ക് സൂര്യ, തിലക് എല്ലാവരും ഫുള്ള് ഫോം ഔട്ട് ആയിക്കാണ്ട് താഴത്ത് കിടക്കുന്ന ടീമല്ലേ. എവിടെ ഫോം ഔട്ട് ആയി ഞങ്ങൾ സ്ഥിരം അങ്ങനെ തന്നെ അല്ലേ. ആദ്യത്തെ 2-3 കളിയൊക്കെ തോൽക്കും. അത് തോൽക്കുമ്പോ ബാക്കിയുള്ളവർക്ക് ഒരു തോന്നല ഇത് തീർന്നിരിക്കുന്നു, ഇവിടെ തീർന്ന് ഇത് ദൈവത്തിന്റെ പോരാളികളാണ് എന്നും ഇങ്ങനെ തന്നെയാണ്. ഏതായാലും ഇന്ന് ഓറഞ്ചിന്റെ തൊലി പൊളിച്ചും ചെയ്യും, രോഹിത് ശർമ്മന്റെ സെഞ്ചുറി ഉണ്ടാവും ചെയ്യും.